കെ.എസ്.ആർ.ടി.സി കൊല്ലം ഡിപ്പോ പുനർനിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ബസ്സുകളുടെ ഷെഡ്യൂളുകൾ പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കെ.എസ്.ആർ.ടി.സി ബസ് ഡിപ്പോ പുനർനിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കെ.എസ്.ആർ.ടി.സി ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ബസ്സുകളുടെ ഷെഡ്യൂളുകൾ പുനഃസ്ഥാപിക്കും. പഴയ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലത്താണ് പുതിയത് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പഴയ കെട്ടിടത്തിലെ ഓഫീസുകൾ ഗ്യാരേജിന്റെ പരിസരത്തേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. പ്രഥമമായാണ് ഇത്തരത്തിലൊരു മാനേജ്മെന്റ് കമ്മിറ്റി വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ജനകീയമായ പൊതുമേഖലാ സ്ഥാപനം, ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കെ.എസ്.ആർ.ടി.സി സംബന്ധമായി നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ച് കെ.എസ്.ആർ.ടി.സിയെ കൂടുതൽ ജനകീയമാക്കി കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്ഥലത്തെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാന സാമൂഹ്യ രാഷ്ട്രീയ ശ്രേണിയിൽപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കെ.എസ്.ആർ.ടി.സിയെ നന്നായി കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും അതത് MLA-മാർ അധ്യക്ഷരായിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു മാനേജിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. കെ.എസ്.ആർ.ടി.സി എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹിതമായ പാരമ്പര്യമുള്ളൊരു സ്ഥാപനമായിരുന്നു. ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർ കേരളം മുഴുവൻ യാത്ര ചെയ്തത് കൊല്ലത്ത് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ വന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്താണ്. അങ്ങനെ തൊഴിൽപരമായും ഒക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളത് കെ.എസ്.ആർ.ടി.സി ആണ്. അതുകൊണ്ട് തന്നെ ഗൃഹാതുരത്വത്തോടു കൂടിയുള്ള ഒരു ഓർമ്മയും ഒരു ഇഷ്ടവും അടുപ്പവുമാണ് കൊല്ലം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയെ സംബന്ധിച്ചിടത്തുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രി അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത് ആ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയുടെ പണി പുനരാരംഭിക്കുന്നതിന് വേണ്ടി. ഇതിനോടൊപ്പം തന്നെ 5 മന്ത്രിതല യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തുമായി വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളിലും തീരുമാനമാക്കി ഡിപ്പോ പൊളിക്കുന്നതിന് മുമ്പായി അവർക്ക് താൽക്കാലികമായൊരു ഓഫീസൊക്കെ അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനത്തിന്റെ വകുപ്പ് തല നടപടികൾ മാത്രമേ അവശേഷിക്കുള്ളൂ. അത് എപ്പോൾ വരുന്നോ അപ്പം തന്നെ ആ തൊട്ടടുത്ത നിമിഷം പൊളിക്കാനുള്ളതെല്ലാം കഴിഞ്ഞ മാസമേ തീരുമാനമാക്കി ഇരിക്കുകയാണ്. ഗ്യാരേജിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചു. ഭരണാനുമതി ലഭിച്ച 15 കോടി രൂപയ്ക്ക് ബസ് ടെർമിനൽ, ഓഫീസ് കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. ഗ്യാരേജിന്റെ പുനർനിർമ്മാണം 2ാം ഘട്ടത്തിലാണ്. ബസ് സ്റ്റാൻഡ് 3 നിലകളിലായാണ് നിർമ്മിക്കുന്നത്. ഭാവിയിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുരുവിള ജോസഫ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.